ഹായ്. പെറ്റ് ഡിറ്റക്റ്റീവ് റിട്ടൺ ഡയറക്റ്റഡ് ബൈ പ്രണീഷ് വിജയൻ. ഗോകുലം മൂവീസ് ആണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഗോകുലം ഗോപാലനും അതുപോലെ തന്നെ ഷറഫുദ്ദീനുമാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. ഈ പടത്തിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജേഷ് മുരുകേശന്റെ മ്യൂസിക്, അതുപോലെ തന്നെ അഭിനവ് സുന്ദറിന്റെ എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടെക്നിക്കലി നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പടത്തിലെ ലീഡ് റോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷറഫുദ്ദീനാണ് ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഷറഫുദ്ദീനെ കൂടാതെ വിജയരാഘവൻ, രഞ്ജി പണിക്കർ, വിനായകൻ, വിനയ് ഫോർട്ട്, പിന്നെ ആരാണ്, അനുപമയാണ് ഇതിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബഡായി ബംഗ്ലാവിലെ അമ്മായി ഉണ്ട്. പിന്നെ ചെറിയ കുഞ്ഞു കുറേ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. വിനായകൻ്റെ കൂടെ ഒരു വലിയൊരു ഗ്യാങ് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശോഭി തിലകൻ ഈ പടത്തിൽ ഒരു ചെറിയൊരു റോളിൽ വന്നിട്ടുണ്ട്. ശോഭി തിലകൻ വരുന്ന സമയത്ത് നമുക്കറിയാം, ശോഭി തിലകന് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടില്ല എങ്കിൽ വല്ലാണ്ട് കോമഡി ആയി പോകും കഥാപാത്രം. അതായത് ഒന്നിനും കൊള്ളാത്തൊരു ക്യാരക്ടറായിട്ട് അത് മാറും. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒന്നാമത് അദ്ദേഹം അഭിനയിക്കുന്ന തന്നെ അറിയാമല്ലോ, ഒരു സീരിയൽ ടൈപ്പിലാണ് അഭിനയിക്കുക. വിജയരാഘവൻ നല്ല കിടലമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ റോളാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. ഈ പടത്തിന്റെ മൊത്തത്തിലൊരു പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ടത്തെ ഈ എന്താണ് കൺഫ്യൂഷൻ കോമഡി പടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ ഒരു പുതിയൊരു വേരിയന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം പ്ലോട്ടും അതുപോലെ തന്നെ അത് അവതരിപ്പിച്ചിട്ടുള്ളതൊക്കെ എക്സാക്ട്ലി അതേപോലെ തന്നെയാണ്. അതിൽ പുതുമയായിട്ട് നമുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ടെക്നിക്കാലിറ്റി അതുപോലെ തന്നെ ഈ രാജേഷിന്റെ മ്യൂസിക് എല്ലാം വരുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തും നമുക്ക് വല്ലാണ്ട് പാളിപ്പോകുന്നതായിട്ട് തോന്നും. ഇത് ബേസിക്കലി ഒരു കോമഡി പടമാണ്. അതായത് ലോജിക്കിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അങ്ങനെ ലോജിക്കില്ലാത്ത ഒരുപാട് പടങ്ങൾ നമ്മൾ ഇപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. സി ഡി മൂസ, വെട്ടമൊക്കെ നമ്മൾ ലോജിക്കില്ലാതെ തന്നെ എൻജോയ് ചെയ്യുന്ന പടങ്ങളാണ്. പക്ഷെ ലോജിക്ക് ഇല്ല എങ്കിൽ പോലും അതിനെ നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും ചില ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ സിനിമയിൽ വേണം, എന്നാലും നമുക്ക് ഇത് കണ്ടിരിക്കാൻ വേണ്ടി തോന്നും. ഈ പടത്തിന്റെ ടൈറ്റിൽ തന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്നാണ്. അപ്പൊ ടൈറ്റിൽ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഉണ്ട്. സാധാരണ ഈ ആൾക്കാരെ കാണാതായാലും അല്ലെങ്കിൽ ക്രൈം എല്ലാം അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സമയത്ത് അവിടെ തന്നെ ഒരു പുതുമ വന്നു. അപ്പൊ അതെല്ലാം കൊണ്ടാണ് ഞാൻ കയറിയത്. പക്ഷെ ഇതിലങ്ങനെ വലിയൊരു പുതുമയായിട്ടൊന്നുമില്ല കേട്ടോ. പെറ്റ് ഡിറ്റക്റ്റീവ് പുറമെ മാത്രമേ ഉള്ളൂ. കഥയിലേക്ക്, മെയിൻ ലീഡിലേക്കെല്ലാം വരുന്ന സമയത്ത് ഈ പടം നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ടൈപ്പ് പടം തന്നെയാണ്. ഈ പട്ടണപ്രവേശം, അതുപോലെ തന്നെ ജയറാമും ശ്രീനിവാസനുള്ള ഒരു പടമില്ലേ, നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അതിന്റെ ഒരു ഒരു ചെറിയ സ്മെല്ല് നമുക്ക് കിട്ടും. ഇത് തന്നെയല്ലേ അതെന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഷറഫുദ്ദീൻ്റെ ആക്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഷറഫുദ്ദീൻ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആക്ടറാണ്. ഒരേ സമയം തന്നെ മാസ് എലവേഷനും അതുപോലെ തന്നെ കോമഡിയും രണ്ടും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആക്ടർ തന്നെയാണ് ഷറഫുദ്ദീൻ. നമ്മൾ മറ്റേ ഈ തൊട്ട് മുമ്പ് സിനിമയില്ലേ, സന്ദീപ് അല്ല, പേരെന്തായിരുന്നു, സന്ദീപ് അതുപോലെ തന്നെ സുരാജ് അഭിനയിച്ച ഒരു പടമില്ലേ ഷറഫുദ്ദീനൊക്കെ ഉള്ളത്, ആ പടത്തിലും മാസും കോമഡിയൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്തായിരുന്നു. ഈ പടത്തിലും അങ്ങനെ തന്നെയാണ്. ചില സീനിൽ നല്ല മാസായിട്ട് വരും, ചില സീനിൽ നല്ല കോമഡി ആയിട്ട് വരും. അനുപമയും തുടക്കം മുതൽ അവസാനം വരെ ലീഡ് ആയി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വലിയ സ്കിൽഡ് ആയിട്ടുള്ള പെർഫോമൻസോ കാര്യങ്ങളൊന്നുമല്ല. കുറച്ച് ആക്ഷൻ, തമാശ അധികം ചെയ്തിട്ടില്ല അനുപമ. പക്ഷെ അവർ വലിയ വെറുപ്പിക്കാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ വെറുപ്പിക്കലായി തോന്നിയ ഒരു സാധനം വിനായകന്റെ കഥാപാത്രമാണ്. ഒരു ഡോൺ ക്യാരക്ടറാണ്. പക്ഷെ പാളിപ്പോയത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ കാസർഗോഡ് സ്ലാങ്ങിലാണ് സംസാരിക്കുക. കാസർഗോഡ് സ്ലാങ് മീൻസ് ടിപ്പിക്കൽ ഈ മുസ്ലിം സ്ലാങ് ഉണ്ടല്ലോ കാസർഗോഡ് ജില്ലയിലത്തെ, അത് വരുന്ന സമയത്ത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്ക് ആവില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഈ പുത്തൻ പണം സിനിമയിൽ മമ്മൂട്ടിയെല്ലാം ചെയ്ത ചില സാധനങ്ങളില്ലേ, ഇതെന്റെ ഷഡ്ഡി ദോസ്ത്. ആക്ച്വലി ഷഡ്ഡി ദോസ്ത് എന്ന് പറഞ്ഞൊരു ടേം പോലും ഈ ഭാഗത്തേക്കില്ല. അപ്പോ ഈ നല്ല പ്യൂർ മലയാളം ഈ മധ്യ കേരളത്തിലെ മലയാളം എല്ലാം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാസർഗോഡ് സ്ലാങ്ങിലേക്ക് മാറ്റുന്ന സമയത്ത് പല പ്രയോഗങ്ങളും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ ചില കല്ലുകടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ വിനായകൻ നോർമലി ആ ഒരു ഡോൺ ആയിട്ട് വന്നിട്ട് ടിപ്പിക്കൽ കൊച്ചിൻ സ്ലാങ് സംസാരിച്ചതെങ്കിലും അത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ കാസർഗോഡ് സ്ലാങ് കണ്ടിട്ട് നമുക്ക് തന്നെ ദഹിക്കുന്നില്ല. ഒരു എന്തോ പോലെ വല്ലാത്തൊരു സാധനം പോയി. പക്ഷെ അതിന്റെ ഈ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രഞ്ജി പണിക്കർ നല്ല കോമഡി ആയിരുന്നു. പക്ഷെ ഈ പടത്തിലെ എല്ലാ കോമഡികളും വർക്കായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം വർക്കായിട്ടൊന്നുമില്ല. ചില സ്ഥലത്ത് പൊട്ടും, ചില സ്ഥലത്ത് പൊട്ടില്ല. ജോമോൻ ജ്യോതിരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഷറഫുദ്ദീൻ്റെ അസിസ്റ്റന്റ് ആയിട്ട്. ജോമോന്റെയും എല്ലാ കോമഡിയും കാര്യങ്ങളൊന്നും അങ്ങനെ വർക്കായിട്ടൊന്നുമില്ല കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ സിനിമയിൽ ഈ വിനയ് ഫോർട്ടിന്റെ പോലീസ് ക്യാരക്ടർ ഷറഫുദ്ദീന്റെ ഓഫീസിലേക്ക് ഇങ്ങനെ തോക്കും ചൂണ്ടിക്കൊണ്ടിരും. അപ്പോൾ ജോമോനാണല്ലോ അസിസ്റ്റന്റ്. ജോമോൻ ഇങ്ങനെ ഹാൻഡ്സപ്പ് ആയി നിന്നതിന് ശേഷം ഈ നമ്മുടെ വിനയ് ഫോർട്ട് പറയും മൂവ് എന്ന് പറയുന്ന സമയത്ത് ജോമോൻ പറയും മൂവ് എൻ്റെ കയ്യിൽ താഴെ മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ ഇതായിട്ടുള്ള കഷ്ടപ്പെട്ട് ചിരിക്കേണ്ടി വരുന്ന ചില തമാശകളും ഈ സിനിമയിലുണ്ട്. പക്ഷെ നമ്മൾ അറിയാതെ ചിരിച്ചു പോയ ചില സാധനങ്ങളും ഈ പടത്തിലുണ്ട് കേട്ടോ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 20 മിനിറ്റോളം ഈ പടത്തിന്റെ ക്ലൈമാക്സ് തന്നെയാണ്. അവിടെ കുറെ ഈ കൺഫ്യൂഷൻ കോമഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടർലയിലോ മറ്റോ തോന്നി ആ ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കണ്ടിരിക്കാൻ രസമായിരുന്നു. പക്ഷെ ഒന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ, അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ സ്ക്രിപ്റ്റ് വൈസ് വളരെ വീക്കാണ് ഈ പടം,
ആ വീക്ക് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം ഒന്ന് ആ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ആവറേജ് പടമായിട്ട് നമുക്ക് കാണാമായിരുന്നു. ഇത് അത്യാവശ്യം ബിലോ ആവറേജ് ലെവലുള്ള പടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പടത്തിന്റെ മ്യൂസിക്കും എഡിറ്റിംഗും ആണ് കേട്ടോ. മ്യൂസിക് അടിപൊളിയായിരുന്നു. ഈ പടത്തിന്റെ ഒരു ഭാഗത്ത് ഷറഫുദ്ദീന്റെ കോളർ ടൂൺ ഉണ്ട്, അത് നല്ല രസമുള്ള കോളർ ടൂൺ ആയിരുന്നു. അതുപോലെ തന്നെ പടത്തിന്റെ എഡിറ്റിങ്ങും വെറുപ്പിക്കാതെ, അതായത് ലാഗ് അടിച്ച് കൊണ്ടുപോകാതെ 2 മണിക്കൂർ കൊണ്ട് ഈ പടം തീർത്തിട്ടുണ്ട്. അതൊരു സ്കിൽ തന്നെയാണ്. കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ ഓൾറെഡി സ്ക്രിപ്റ്റ് വീക്കാണ്, അതിൻ്റെ ഇടയിൽ ഈ ലാഗും കൂടി വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ വല്ലാണ്ട് ബോറായി പോയേനെ. പക്ഷെ വലിയ വെറുപ്പിച്ചിട്ടില്ല, അത്യാവശ്യം കഷ്ടപ്പെട്ടു. കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിരിക്കാൻ പറ്റിയ ഒരു ഒരു ബിലോ ആവറേജ് കോമഡി പടമാണ്. പക്ഷെ ആക്ടിങ് വേസിൽ ആരെങ്കിലും വെറുപ്പിച്ചിട്ടില്ല. എനിക്ക് ആകെ ഒരു ബോറായി തോന്നിയത് വിനായകന്റെ കാസർഗോഡ് സ്ലാങ് മാത്രമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല കളർ ടോൺ ആയിരുന്നു കേട്ടോ പടത്തിന്റെ, രസമാണ്. പിന്നെ പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെ രസമായിരുന്നു, പ്രത്യേകിച്ച് ഷറഫുദ്ദീന്റെയും അതുപോലെ തന്നെ അനുപമയുടെയും കോസ്റ്റ്യൂം എല്ലാം നല്ല രസമായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. വലിയ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്ത പടമൊന്നുമല്ല. ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടി വിയിലിരുന്ന് കാണാൻ പറ്റിയ ഒരു പഴയ വൈബിലുള്ള ഒരു ആവറേജ് പടം. ദാറ്റ്സ് ഇറ്റ്.